ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തിരുസന്നിധി ഇൻ ഹിസ് പ്രസൻസ് എന്ന നമ്മുടെ ഈ പ്രഭാത വചന സന്ദേശത്തിന്റെ 200ാമത് എപ്പിസോഡാണ് ഇന്ന് രാവിലെ നാം കേൾക്കുന്നത്. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും നൽകുന്നു. കഴിഞ്ഞ 200 ദിവസങ്ങളായി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ഓർത്തു പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. നാം ഒരുമിച്ചുള്ള ഒരു ശുശ്രൂഷയാണ്. നിങ്ങളുടെ സ്നേഹവും കൂട്ടായ്മയും പിന്തുണയും പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഈ ശുശ്രൂഷയ്ക്ക് വളരെ അനിവാര്യമായ ഘടകങ്ങളായിരുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ നൽകുന്ന ബോധ്യങ്ങൾ, വെളിപ്പാടുകൾ, ചിന്തകൾ, വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഈ കഴിഞ്ഞ 200 ദിവസങ്ങളായി പങ്കുവെക്കുവാൻ ദൈവം കൃപ നൽകി. എല്ലാ മഹത്വവും കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ എല്ലാ മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ യേശു കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുകയാണ്. അധികം ശക്തിയോടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് അന്യോന്യം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ശുശ്രൂഷയുടെ തുടർച്ചയ്ക്കും വളരെ സഹായകരമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 6-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരുശൈലിക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള ചിന്തയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ഒരുമിച്ച് പഠിക്കുന്നത്. അപ്പോൾ തന്നെ 5-ാം അധ്യായം മുതൽ യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതൻ എന്നുള്ള വിഷയത്തിലേക്ക് നാം വീണ്ടും മാറിയിരിക്കുകയാണ്. 5-ാം അധ്യായം 10-ാമത്തെ വാക്യം കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ മഹാപുരോഹിതനായി ഇതിന്റെ എഴുത്തുകാരൻ വിവരിച്ചിരിക്കുന്ന പാസേജ് എന്ന് പറയുന്നത് 6-ാം അധ്യായം ഈ അവസാന വാക്യങ്ങളാണ്. നമുക്കൊരിക്കലും നേരിട്ട് 20-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. നാം 16 മുതലുള്ള വാക്യങ്ങൾ പഠിക്കണം. അപ്പോൾ തന്നെ വളരെ പ്രസക്തമായ ചിന്തകളാണ് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ നാം വായിച്ചിരിക്കുന്നു: ഭോഷ്ക് പറയാൻ കഴിയാത്ത 2 കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? ദൈവത്തിന്റെ വാഗ്ദാനവും ആണയുമാണ് മാറിപ്പോകാത്ത 2 കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദയവായി ഈ പുസ്തകം പഠിക്കുമ്പോൾ ഈ 13 അധ്യായങ്ങളും നാം ആവർത്തിച്ച് വായിക്കണം. എന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ മാത്രമേ വീണ്ടും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു മുന്നോടിയായി ദൈവസ്ഥലേക്ക് പ്രവേശിച്ച മഹാപുരോഹിതനെ കാണുന്നുള്ളൂ. എന്നാൽ 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒരിക്കലും ചാടിക്കയറുവാൻ കഴിയത്തില്ല. 16-ാമത്തെ വാക്യം മുതൽ ചില സൂചനകൾ നമുക്ക് നൽകുന്നു. ഇവിടെ മാറ്റമില്ലാത്ത 2 കാര്യങ്ങൾ. നാം ഈ അധ്യായം പഠിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. പിന്നീട് ഒരു ആണയിൽ കൂടെ വാഗ്ദത്തം ദൈവം സ്ഥിരീകരിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വീണ്ടും നാം കാണുകയാണ്. ദൈവം തന്നെ മാറ്റപ്പെടാത്ത വാഗ്ദത്ത വചനത്തെ മാറ്റമില്ലാത്ത മറ്റൊരു കാര്യം കൊണ്ട് ദൈവത്തിന്റെ ആണയിൽ കൂടി ഉറപ്പാക്കി കൊടുത്തു. മാറ്റപ്പെടാത്ത ഈ 2 കാര്യങ്ങളാൽ അബ്രഹാമിന് സർവശക്തനായ ദൈവം പ്രോത്സാഹനവും ഉറപ്പും നൽകി. ഇന്ന് മാറ്റപ്പെടാത്തതായി നമുക്കുള്ള 2 കാര്യങ്ങൾ എന്താണ്? ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നമ്മുടെയും ഉറപ്പിനായി അല്ലെങ്കിൽ പ്രോത്സാഹനത്തിനായി ഉണ്ട് എന്ന് മാത്രമല്ല, നമുക്കും ദൈവസ്നേഹത്തിന്റെ അധികമായ വെളിപ്പാട് ലഭിച്ചിരിക്കുന്നു. അവന്റെ പുത്രന്റെ ദാനമത്രയത്. ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തത് അവന്റെ സ്വർഗാരോഹണവും നമുക്ക് വേണ്ടിയുള്ള സ്വർഗസ്ഥലങ്ങളിലെ പക്ഷപാതവുമാണ്. ഇവയാണ് നമുക്കുള്ള മാറ്റപ്പെടാത്ത 2 കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമുക്ക് ഉറപ്പും മുറുകെ പിടിക്കാനുള്ള അഭയസ്ഥാനമാകുന്നു. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയ സങ്കേത നഗരങ്ങളെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനവും ആണയുമാണ് മാറിപ്പോകാത്ത 2 കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും രക്ഷിക്കാം എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അത് ദൈവം ആണയിട്ട് ഉറപ്പിക്കും. ശരണത്തിനായി ഓടിവന്ന എന്ന പ്രയോഗം സങ്കേത നഗരത്തിൽ ഓടിച്ചെല്ലുന്ന ഒരുവന്റെ ദൃഷ്ടാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു രക്തപാതകന് സങ്കേത നഗരത്തിൽ ഭദ്രതയും ധൈര്യവും ലഭിക്കുന്നത് പോലെ ഈ പ്രത്യാശ നമുക്ക് ഉറപ്പും അവകാശവും തരും. കർത്താവിന്റെ പുനരാഗമനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഈ ഭാഗം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. മാറ്റമില്ലാത്ത 2 കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയത്. ഒന്ന് വാഗ്ദത്ത വചനവും അതോടുകൂടിയ ദൈവം ആണയിട്ട കാര്യമാണ്. ഇവ 2-നാലുമാണ് നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമായിരിക്കുന്ന പ്രത്യാശയെ നാം മുറുകെ പിടിക്കുന്നത്. എന്താണ് ഈ പ്രത്യാശ? പല ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ഭൂരിപക്ഷ വിശ്വാസികളും
പറയുന്നത് കർത്താവിന്റെ രണ്ടാം വരവാണ് ഞങ്ങളുടെ പ്രത്യാശ എന്ന്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. അത് നമ്മുടെ പ്രത്യാശയുടെ ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ നേർപകുതിയാണ്. 1 യോഹന്നാന്റെ ലേഖനം 3:2 പറയുന്നു, അവൻ വരുമ്പോൾ നാം അവനോട് സദൃശന്മാരായിത്തീരും. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണ രൂപം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. അവൻ വരും എന്നത് ആദ്യ ഭാഗം. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അവൻ പോയതുപോലെ മടങ്ങി വരും, നിങ്ങളെ ചേർക്കാൻ വീണ്ടും വരും എന്നുള്ള കർത്താവിന്റെ രണ്ടാം വരവിനെ സംബന്ധിച്ചുള്ള വിഷയം ഇതിന്റെ ആദ്യ ഭാഗം മാത്രമാണ്. നാം അവനോട് സദൃശന്മാരാകും എന്നത് രണ്ടാം ഭാഗമാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലരായിരിക്കുന്ന പോലെ സ്വയം അല്ലെങ്കിൽ തന്നെ നിർമ്മലീകരിക്കുന്നു. 1 യോഹന്നാൻ 3:3 വാക്യം. ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ രണ്ടർത്ഥങ്ങൾ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6:19 ആ പ്രത്യാശയുടെ സ്വീകാര്യത്തെ ആത്മാവിന്റെ നങ്കൂരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കപ്പല് നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചലിക്കുവാൻ സാധിക്കുകയില്ല. ഈ പുസ്തകം നാം പഠിച്ചു തുടങ്ങിയപ്പോൾ 2-ാം അധ്യായത്തിൽ വല്ലപ്പോഴും ഒഴുകി പോകുന്നതിനെ കുറിച്ച് നാം കണ്ടു. അങ്ങനെ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കുവാനുള്ള ഏക മാർഗം നാം നങ്കൂരമിടുക എന്നുള്ളതാണ്. നാം ഒരു ദിവസം യേശുവിനോട് സദൃശന്മാരായി തീരും എന്ന ഈ പ്രത്യാശയുടെ പരീക്ഷാ പരിശോധനകളിലും ഈ പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരമായി സേവ ചെയ്യുന്നു. കർത്താവ് നമ്മെ തേജസ്കരിച്ചിരിക്കുന്നു എന്ന് റോമാലേഖനം 8:28 വാക്യത്തിൽ നാം കാണുന്ന പോലെ തന്നെ നമ്മുടെ തേജസ്കരണം നേരത്തെ തന്നെ കഴിഞ്ഞു എന്ന പോലെ സുനിശ്ചിതമാണെന്ന അറിവ് നമ്മെ സംശയത്തിന്റെയും നിരാശയുടെയും ഉഗ്ര തരംഗങ്ങളിൽ മുങ്ങിത്താഴാതെ നമ്മെ അവസാനത്തോളം സൂക്ഷിക്കുന്നു. ഈ ലോകത്തിന്റെ ഇളകുന്ന മണൽത്തരികളിലല്ല നാം നങ്കൂരമിട്ടിരിക്കുന്നത്. സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലാണ് നാം പിടിമുറുക്കിയിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശയാണ് നങ്കൂരം എന്നതിനാൽ തിരശ്ശീലയ്ക്കപ്പുറം ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നമ്മുടെ പ്രത്യാശ ഭദ്രമായിരിക്കുന്നുവെന്നാണ് ഇതിന്റെ അർത്ഥം. നങ്കൂരം അവിടെ ഭദ്രമായിരിക്കുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ നാമും അവിടെയായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ചിന്ത ഞാനിങ്ങനെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നാം ഇന്ന് ചിന്തിച്ചത് 18-19 വാക്യങ്ങൾ മാത്രമാണ്. ക്രിസ്ത്യ പ്രത്യാശയിൽ സമ്പൂർണമായും ആശ്രയിക്കാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതി നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിന് എഴുത്തുകാരൻ 4 പ്രതിരൂപങ്ങൾ 6-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതാണ് 1 സങ്കേത നഗരം, 2 ഒരു നങ്കൂരം, 3 ഒരു മുന്നോടി, 4 ഒരു മഹാപുരോഹിതൻ. വളരെ വിശാലമായ ചിന്തയാണ്. നമുക്ക് ധാരാളം സമയമെടുത്ത് പഠിക്കുവാൻ കഴിയും. എന്നാൽ പ്രഭാതങ്ങളിലുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഈ ലഘു സന്ദേശങ്ങളിൽ ഇതിന്റെ ആശയം കൂടുതൽ വ്യക്തമാക്കുവാൻ നമുക്ക് അവകാശം ലഭിക്കുന്നില്ല. എന്നാലും നിങ്ങളുടെ പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ ചിന്തകൾ ഞാൻ പങ്കുവെക്കട്ടെ. ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശ എക്കാലത്തും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉറപ്പും ധൈര്യവും പ്രദാനം ചെയ്യുന്നു. ഒരു കപ്പലിന്റെ നങ്കൂരം എപ്രകാരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെയാണ് എത്ര കൊടുങ്കാറ്റും പേമാരിയും സുനാമിയും എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മുടെ വിശ്വാസ കപ്പൽ തകരുന്നില്ല. ഭൗമികമായ നങ്കൂരം കപ്പലിനെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ ആത്മീയമായ നമ്മുടെ നങ്കൂരം നമ്മെ ദൈവാഭിമുഖമായി ചലിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഈ ലോകത്തിന്റെ സാഗരത്തിൽ അതിന്റെ അടിത്തട്ടിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ ഇളകാതെ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം സ്വർഗീയമായ വിശുദ്ധ മന്ദിരത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾക്കോ പ്രതികൂലങ്ങൾക്കോ പ്രതിലോമ ശക്തികൾ നിങ്ങൾക്കെതിരെ എത്രമാത്രം പോരാടിയാലും ജീവിത പടകിനെ മുക്കിക്കളയുവാനും തകർത്തു കളയുവാനും നശിപ്പിച്ചു കളയുവാനും ഈ ലോകത്തിലെ ശക്തികൾക്ക്, വ്യക്തികൾക്ക്, പ്രശ്നങ്ങൾക്ക്, ഏതെങ്കിലും തിന്മയായ സാഹചര്യങ്ങൾക്ക് പോലും ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ദൈവത്തിൽ പ്രാപിക്കാം. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.